ഇസ്രായേലിൽ നുഴഞ്ഞു കയറിയത് അൽ-ഖസം ബ്രിഗേഡ്സ്. സംഘത്തിലുണ്ടായിരുന്നത് 1200 പേരെന്ന് ഹമാസ്. സമയമാകുമ്പോൾ ഹമാസിനൊപ്പം ചേരാൻ പൂർണ്ണ സജ്ജമെന്ന് ഹിസ്ബുള്ളയുടെ ആഹ്വാനം. ഹമാസിന്റെ ആക്രമണങ്ങളിൽ ഭൂരിപക്ഷം ഫലസ്തീനികൾക്കും ബന്ധമില്ലെന്നും അൽ-ഖ്വയ്ദയെ ഹമാസ് പരിശുദ്ധരാക്കുന്നുവെന്നും ഇസ്രായേലിന് സഹായം ഉറപ്പാക്കുമെന്നും ബൈഡൻ ആവർത്തിക്കുന്നു. ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിന്റെ പുതിയ വഴിത്തിരിവുകൾ ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ ശത്രുക്കൾ ചെയ്തതൊന്നും മറക്കില്ലെന്നും സമാനതകളില്ലാത്ത ശക്തിയോടെ ആഞ്ഞടിക്കുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. ജൂതരുടെ മേൽ ചുമത്തിയ ഭീകരതകൾ മറക്കാൻ ലോകത്തെ അനുവദിക്കുകയില്ലെന്നും അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നു. ഹമാസിനെതിരായ യുദ്ധം അവരെ ഇല്ലാതാക്കുന്നതുവരെ തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുമ്പോൾ യുദ്ധം എത്രമാത്രം ശക്തി പ്രാപിക്കും എന്നൊരു സൂചന കൂടിയാണ് അത് നൽകുന്നത്. ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയെ അടിയന്തരമായി നേരിടുന്നതിനാണ് മുൻഗണനയെന്നും ഹമാസിന്റെ ആക്രമണങ്ങളിൽ ഭൂരിപക്ഷം ഫലസ്തീനികൾക്കും ബന്ധമില്ല എന്നും ഹമാസിന്റെ ചെയ്തികളുടെ ഫലമായി ഭൂരിപക്ഷം വരുന്ന ഫലസ്തീൻകാർ ദുരിതം അനുഭവിക്കുന്നുവെന്നും അത് കാണാതെ പോകാനാവില്ല എന്നുമാണ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത്. ഹമാസിന്റെ ആക്രമണം നേരിടുന്ന ഇസ്രായേലിന് ആവശ്യമായ സഹായം ഉറപ്പുവരുത്താൻ ഐക്യരാഷ്ട്രസഭയുമായി അമേരിക്ക ചർച്ചകൾ നടത്തുന്നുണ്ട്. കൂടാതെ ഈജിപ്ത്, ജോർദാൻ, മറ്റ് അറബ് രാജ്യങ്ങളുമായും ചർച്ചകളും അമേരിക്ക നടത്തിവരുന്നു. അങ്ങനെ അമേരിക്ക പരിപൂർണമായും ഇസ്രായേലിനൊപ്പം തന്നെ നിൽക്കുകയാണ്. ഹമാസിന്റെ ഉന്നത നേതാവിനെ വധിച്ചെന്ന് ഇസ്രായേൽ അല്പം മുമ്പ് പുറത്തുവിട്ട വാർത്തയാണ്. ഹമാസിന്റെ മുതിർന്ന മിലിറ്ററി കമാൻഡർ അബു മുറാദിനെ വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തിയെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇതാണ് ഏറ്റവും പുതിയതായി വരുന്ന വാർത്തകൾ. ഹമാസിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഗാസയിലെ ആസ്ഥാനത്തിന് നേരെയായിരുന്നു ഇസ്രായേലിന്റെ ഇന്നലത്തെ വ്യോമാക്രമണം. എന്നാൽ അബു മുറാദിന്റെ മരണം ഹമാസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിന് ഹമാസിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തി കൂടിയാണ് അബു മുറാദ്. ഇതിനു മുന്നേ നടന്നിട്ടുള്ള പല സംഭവങ്ങളും, ഹമാസ് നടത്തിയ വിമാന റാഞ്ചിൽ ഉൾപ്പെടെയുള്ള സംഭവങ്ങളിലും ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ബുദ്ധിപരവും ശത്രുവിനെ പൂർണ്ണമായും തകർക്കുന്നതുമായിരുന്നു. യുദ്ധവെറി പൂണ്ടവരിൽ മനുഷ്യത്വത്തിന്റെ കണിക അവശേഷിക്കുന്നില്ലെന്നാണ് പശ്ചിമേഷ്യയിൽ നിന്നും പുറത്തുവരുന്ന വിവരങ്ങൾ. യുദ്ധവും പലായനവും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാകുമ്പോൾ അവിടെ ഏറ്റവും ആദ്യം ഇരകളാകുന്നത് നിഷ്കളങ്കരായ കുട്ടികളാണ്. ഇസ്രായേലിലും ഗാസയിലും കുരുന്നുകളുടെ രക്തം ചീന്തുന്നതാണ് കുറച്ച് ദിവസങ്ങളായി നാം കാണുന്നത്. ഗാസയിൽ മാത്രം 450 കുട്ടികൾ കൊല്ലപ്പെട്ടു. ഇസ്രായേലിൽ കുരുന്നുകളെ കൊന്നു കത്തിച്ചുവെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി പല്ലും നഖവും ഉപയോഗിച്ച് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ നടത്തിയ ഹീനമായ പ്രവൃത്തികൾ ഒരിക്കലും മറക്കില്ല, പൊറുക്കില്ല. ശത്രുക്കൾ അനുഭവിക്കാൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്ന്, ഞങ്ങളുടെ പദ്ധതി എന്താണെന്ന് വെളിപ്പെടുത്തുന്നില്ല എന്നും, പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇത് തുടക്കം മാത്രമാണെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വെക്കുന്നു. അതിനിടെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഗാസയിൽ ഇസ്രായേൽ വ്യാപക പരിശോധന നടത്തിയത് കരയുദ്ധത്തിന്റെ സൂചന തന്നെയാണ് നൽകുന്നത്.